കൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ തുടക്കം മുതൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു ധർമ്മട പിടിക്കും, ധർമ്മട ജയിക്കും. പക്ഷേ അത് ഏറ്റുപറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ പ്രചരണ രംഗത്ത് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റയ്ക്ക് പ്രചരണം നയിക്കേണ്ടി വന്നു കൊടുത്ത നേതാക്കന്മാരും പ്രവർത്തകരും 5 റൗണ്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 1,00,000-ഓളം അല്ലെങ്കിൽ 20,000-ഓളം ലീഡ് കിട്ടേണ്ടിടത്താണ് ഇപ്പോഴും 5 റൗണ്ടിൽ 1 റൗണ്ടിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ലീഡ് കിട്ടാതെ പോകുന്നത്. ഇത് വിജയിച്ചതിന് തുല്യമാണ്. ഇനി ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കാരണം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളിടത്ത്, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വീട് കയറാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയെടുത്ത്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പര്യടനം നടത്താൻ പറ്റിയെടുത്ത് മുഴുവൻ ഇതാ കേരളത്തിലെ ലോകത്തിന്റെ മുഴുവൻ മലയാളികളുടെ മുന്നിലും അഭിമാനത്തോടു കൂടി പറയാണ് UDF-ന് വേണ്ടി UDF-ന്റെ പ്രവർത്തകർ ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായി പിണറായി വിജയന്റെ പരാജയമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, 3 പഞ്ചായത്തുകൾ UDF ചരിത്രത്തിൽ ഒരിക്കലും പഞ്ചായത്ത് തുടങ്ങിയതിൽ പിന്നെ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത പഞ്ചായത്താണ് ചെമ്മിലോട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ കൂടെ ശക്തമായി നിന്ന പഞ്ചായത്താണ് അഞ്ചരക്കണ്ടി. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്താണ്. നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിലാണ്. വേങ്ങാട് പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ ലീഡ് നേടിയിട്ടില്ല. എന്തിനാണ് പിണറായി വിജയൻ കേരളത്തിനകത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ ലോകത്തോട് തുറന്നു പറയണം. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ അദ്ദേഹം പറവിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ബൂത്തിന്റെ പരിശോധിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ജനങ്ങളെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പരാജയവും അത് ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം മാറി നിൽക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി എണ്ണേണ്ടത് പെരളശ്ശേരിയാണ്, ഇനി എണ്ണേണ്ടത് ധർമ്മടമാണ്, ഇനി എണ്ണേണ്ടത് പിണറായി പഞ്ചായത്താണ്. ഞങ്ങളെ ബൂത്തിലിരുത്താൻ സമ്മതിക്കാത്ത പ്രദേശങ്ങൾ, ഞങ്ങളെ ബൂത്തിൽ നിന്ന് ആട്ടി ഓടിച്ച പ്രദേശങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തകരുടെ എന്റെ ബോർഡുകൾ, എന്റെ പ്രചരണ ബോർഡുകൾ, എന്റെ പോസ്റ്ററുകൾ വ്യാപകമായി മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രദേശങ്ങൾ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷനിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലോകം മുഴുവൻ കണ്ടതാണ് എന്റെ പര്യടനം തടഞ്ഞ പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകേണ്ടത്. അവസാന ദിവസം 6 ദിവസവും ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് ഞാൻ അന്നും പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞു, 40 ലക്ഷം ചെലവഴിക്കേണ്ടിടത്ത് 40 കോടി രൂപയാണ്. വേടന്റെ പരിപാടി ഉൾപ്പെടെ കണ്ടു. എക്സ്പെൻഡിച്ചറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 40 കോടിയോളം രൂപ അവസാനത്തെ 6 ദിവസവും സാമ്പത്തികം അതുപോലെ ഒഴുക്കിയിട്ടും ഇനി ഈ ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ധർമ്മടത്ത് രാഷ്ട്രീയപരമായി UDF വിജയിച്ചു കഴിഞ്ഞു. തളിപ്പറമ്പിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മാറേണ്ടി വന്ന ഒരാളാണ് ഞാൻ 5 വർഷക്കാലം. അതുകൊണ്ട് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. പെരളശ്ശേരിയും ധർമ്മടവും പിണറായിയും കടന്ന് പോകുമ്പോൾ തീർച്ചയായും ധർമ്മടത്ത് ജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.